എന്തായി ആലോചിക്കുന്നല്ലേ? എങ്ങനെയല്ലോ ഒന്ന് ഡ്യൂട്ടി തരണം, വൈകുന്നേരം പെട്ടെന്ന് റൂമിലെത്തണം, ഇതാണ് ഇന്നത്തെ ടാർഗറ്റ്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയ വെള്ളം അതേ ഇവിടെയുണ്ട്, കുടിച്ചിട്ടില്ല. എന്താ സ്പെഷ്യൽ എന്നല്ലേ പറയാവേ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. കട്ട വെയിറ്റിംഗ് ചെയ്ത് ഞാൻ. യെസ്, ചക്ക. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചക്കയൊക്കെ വെട്ടി ഞങ്ങൾ ചക്കയൊക്കെ പെറുക്കി ചക്കയൊക്കെ കീന്താൻ തുടങ്ങി. ഒരു ചക്ക കൊതിച്ചായ എനിക്കിത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പിറ്റേ ദിവസത്തേക്ക് ഒന്നും വെച്ചില്ല, അന്ന് തന്നെയൊക്കെ ചക്കയൊക്കെ വെട്ടിപ്പെറുക്കി ഒരുക്കി അന്ന് തന്നെ വേവിച്ച് തിന്നണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ അല്ലേ. പിന്നെ ഈ ചക്ക വെട്ടിപ്പെറുക്കുന്നതിനിടയ്ക്ക് തിന്നുക, അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണല്ലോ, ഇടയ്ക്ക് പെറുക്കി തിന്നുക എന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോന്ന് പെറുക്കി തിന്നും. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്ന ചക്കയെല്ലാം ഞങ്ങൾ സെറ്റപ്പാക്കി. അങ്ങനെ അടുത്ത ലക്ഷ്യം ബേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പാത്രത്തിലേക്ക് എല്ലാം ഒരുക്കി ഇതൊക്കെ എടുത്തു. അങ്ങനെ അടുപ്പത്ത് വാവ്, അങ്ങനെ ചക്ക വന്നു. നമുക്കും കിട്ടി തവി. നമ്മൾ തവിയൊക്കെ ഒപ്പിച്ചു കേട്ടോ. ഇങ്ങനെ ഈ തവിയും കൊണ്ട് ഇളക്കിയാൽ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഈ ഇളക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഈ തവിയെന്ന് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും പറയാനില്ല. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. ഈ ലാസ്റ്റ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് ഈ തവിയെന്ന് തിന്നുന്നതിന് മെൻഷൻ ചെയ്യണേ, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ തവിയെന്ന് ഇങ്ങനെ തിന്നാൻ. ചക്ക വെന്തു. ഇനി അടുത്തത് എന്താണെന്നല്ലേ, ചക്കയ്ക്ക് കൂട്ടാൻ എന്തേലും വേണ്ടേ. അങ്ങനെ അടുത്ത എൻ്റെ സ്പെഷ്യൽ ഐറ്റം, വാവ്, നല്ല കാന്താരിയും മുളക്. ഈ കാന്താരിയും ചക്കയും, മൈ ഗോഡ്, ഒന്നും പറയണ്ട, എന്താ ടേസ്റ്റ് എന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരയ്ക്കാൻ അരകല്ലില്ലാത്തതുകൊണ്ട് ഈ കല്ലിലിട്ട് ചതച്ചെടുത്തു. അങ്ങനെ നല്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും ഒഴിച്ചു സെറ്റാക്കിയെടുത്തു. വാവ്, എന്താ രുചി. നല്ല ചൂട് ചക്ക, നല്ല കട്ടൻ കാപ്പി, നല്ല മുളക്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. കുറച്ച് മുളകിൽ മുക്കി സൂപ്പർ. എനിക്ക് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്ന പാത്തൂനും ഇത് കൊടുത്തുവിട്ട പാത്തൂൻ്റെ ഉമ്മായിക്കും താങ്ക്സ്.